മൂന്നാർ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്ത ഹിൽ സ്റ്റേഷനാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. 3 ആറുകൾ അല്ലെങ്കിൽ നദികൾ ഒന്നിച്ചു ചേരുന്ന സ്ഥലമായതിനാലാണ് മൂന്നാർ എന്ന പേര് വന്നത്. ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് മൂന്നാർ പ്രദേശം പ്രധാനമായും കാടുകളാലും മലകളാലും നിറഞ്ഞ പ്രദേശമായിരുന്നു. ഈ പ്രദേശത്തെ മൂത്തുവൻ, മലയാരൻ പോലുള്ള ആദിവാസി സമൂഹങ്ങൾ താമസിച്ചിട്ടുണ്ടായിരുന്നു. അവർ വനവിഭവങ്ങൾ ഉപയോഗിച്ചും ചെറിയ കൃഷിയുമായാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 1870-കളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ജോൺ ഡാനിയൽ മുനാറോ മൂന്നാർ പ്രദേശം സർവേ ചെയ്തു. ബ്രിട്ടീഷുകാർ ഇവിടെ ചായത്തോട്ടങ്ങൾ തുടങ്ങാൻ തുടങ്ങി. 1880-കളിൽ ബ്രിട്ടീഷ് കമ്പനിയായ ഫിനലി മുയിർ ആൻഡ് കമ്പനി ഇവിടെ വലിയ തോതിൽ ചായത്തോട്ടങ്ങൾ വികസിപ്പിച്ചു. ഇതോടെ മൂന്നാർ ഒരു പ്രധാന ചായ ഉൽപാദന കേന്ദ്രമായി മാറി. പിന്നീട് ഈ പ്രദേശത്തെ ചായത്തോട്ടങ്ങൾ ടാറ്റ ടീ ഏറ്റെടുത്തു. ചായ ഉൽപാദനവും ടൂറിസവും മൂന്നാറിന്റെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങളായി മാറി. 1924-ലുണ്ടായ കേരളത്തിലെ വെള്ളപ്പൊക്കം മൂന്നാറിന്റെ ചരിത്രത്തിലെ പ്രധാന ഒരു സംഭവമാണ്. ഈ വെള്ളപ്പൊക്കത്തിൽ പല പാലങ്ങളും കെട്ടിടങ്ങളും നശിച്ചു. 1960-കളിന് ശേഷം മൂന്നാർ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി വളർന്നു. ട്രിവാൻഡ്രത്ത് നിന്നാണ് ഞങ്ങൾ മൂന്നാറിലേക്കുള്ള യാത്ര തിരിക്കുന്നത്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തൊരു യാത്രയാണിത്. മൂന്നാറിൽ പോയിട്ട് എവിടെ താമസിക്കണം, ഏതൊക്കെ സ്പോട്ടുകൾ കാണണം എന്നതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല. ഞങ്ങൾ അവിടെ എടുത്ത റൂം, അതിൻ്റെ റേറ്റ്, ഞങ്ങൾ ഏതൊക്കെ സ്പോട്ടാണ് പോയി കണ്ടത്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഫുഡൊന്നും തന്നെ കഴിച്ചിട്ടില്ലായിരുന്നു. പോകും വഴി കഴിക്കാനുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ ഈ റൂട്ട് പോകുമ്പോൾ സ്ഥിരം കയറുന്ന ഒരു സ്പോട്ടാണ് വഴിയോരക്കട. ഞങ്ങൾ അവിടെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി. രാവിലെ 7 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവരുടെ ടൈം വരുന്നത്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സുമായും വരുന്നവർക്ക് സ്വസ്ഥമായി ഫുഡ് കഴിക്കാനുള്ള രീതിയിലാണ് ഇവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ടൗണിലെത്തി. അവിടെ നിന്ന് ഒരു ചായയും കടിയും കഴിച്ച ശേഷം ഒരു റൂം സെറ്റാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ അവിടെ കുറച്ചു നേരം കറങ്ങിയ ശേഷം മൂന്നാർ ടൗണിന് തൊട്ട് മുകളിലായിട്ട് ഡേവിഡ്സ് റീജൻസി എന്നൊരു ലോഡ്ജ് കണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ റൂം എടുത്തു. ഒരു ദിവസത്തേക്ക് 2000 രൂപയാണ് ഇവിടുത്തെ റെന്റ്. റൂമും ബാത്റൂമും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ റൂമിനൊരു ബാൽക്കണി ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ മൂന്നാർ ടൗൺ കാണാൻ പറ്റും. നാളെ രാവിലെ ഇവിടെ നിന്ന് കോട കാണാം എന്ന പ്രതീക്ഷയിൽ ഞങ്ങളൊന്ന് ഫ്രഷപ്പായി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ അങ്ങനെ അധികം ഹോട്ടലുകൾ ഉള്ളതായി തോന്നുന്നില്ല. നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ വേറെ ഹോട്ടലൊന്നും തപ്പാൻ നിന്നില്ല. ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ കയറി. മഹാറാണി എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു. ഒരുപാട് ഓപ്ഷൻസും ഉണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചത്രയും കോടയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഒരു സൈറ്റ് സീയിങ് പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. മാട്ടുപ്പെട്ടി ഡയറക്ഷനിലേക്കുള്ള സൈറ്റ് സീയിങ് പാക്കേജാണ് ഞങ്ങൾ എടുത്തത്. അതിൽ 10ഓളം സ്പോട്ടുകൾ കവർ ചെയ്യും. 9 മണിക്കാണ് ജീപ്പ് വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനു മുൻപ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം എന്ന് വിചാരിച്ചു. സമയം ഏകദേശം 8 മണി. നല്ല രീതിയിൽ കൈയൊക്കെ മരവിക്കുന്നുണ്ട്. എൻ്റെ കൈയൊക്കെ മരവിക്കണേ. ഇന്നലെ ഫുഡ് കഴിച്ച ഹോട്ടൽ തുറന്നിട്ടില്ല. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ടിഫിൻ കോർണറിൽ ഫുഡ് കഴിക്കാൻ കയറി.
ഫുഡ് കഴിച്ച ശേഷം റൂമിലേക്ക് നടന്നു. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പോകുന്ന സ്പോട്ട് ഫോറസ്റ്റ് ഫ്ലവർ ഗാർഡൻ ആണ്. എൻട്രി ഫീ വരുന്നത് ഒരാൾക്ക് 60 രൂപയും കിഡ്സിന് 30 രൂപയുമാണ്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടുത്തെ സമയം വരുന്നത്. ധാരാളം പൂക്കളുടെ കളക്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് പൂക്കൾ വാങ്ങിക്കൊണ്ട് പോകുവാനും പറ്റും. ഫോറസ്റ്റ് ഫ്ലവർ ഗാർഡൻ എല്ലാം കവർ ചെയ്തതിന് ശേഷം അടുത്ത സ്പോട്ടായ ഫോട്ടോ പോയിന്റിലേക്ക് പോയി. അവിടുന്ന് നേരെ എലിഫന്റ് പാർക്കിലേക്കാണ് പോയത്. ഇവിടെയും ആനപ്പുറത്ത് കയറി സവാരി ചെയ്യാൻ പറ്റും. 1000 രൂപയാണ് അതിന് ചാർജ് ചെയ്യുന്നത്. 10 മുതൽ 15 മിനിറ്റ് മാത്രമേ സവാരി ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പുറത്തുനിന്ന് ആനയെ കാണാം. ആനപ്പുറത്ത് കയറുന്നവർക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന തണുപ്പൊക്കെ മാറി. എന്നാൽ വലിയ ചൂടൊന്നുമില്ലാത്ത കാലാവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. ഇവിടെ സ്പീഡ് ബോട്ടിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം അടുത്ത സ്പോട്ടിലേക്ക് പോയി. ഈ കാണുന്നത് സൺമൂൺ വാലി ബോട്ടിംഗ് സെൻ്ററാണ്. ഇവിടെ ഞങ്ങൾ കയറിയില്ല. കാരണം ഇവിടൊക്കെ മിനിമം ഒരു 5 പേരൊക്കെ ആയിട്ട് വന്നാലേ കാര്യമുള്ളൂ. സ്പീഡ് ബോട്ട് 5 സീറ്ററാണ്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. 15 മിനിറ്റിന് 1100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 7 സീറ്റർ ആണെങ്കിൽ 1400 രൂപയും. എക്കോ പോയിന്റ്. ഇവിടെ എൻട്രി ഫീ വരുന്നത് 10 രൂപയാണ്. പെഡൽ ബോട്ടിംഗ് ഉണ്ട്. 2 സീറ്ററിന് 400 രൂപയും 4 സീറ്ററിന് 600 രൂപയുമാണ് വരുന്നത്. 30 മിനിറ്റ് നമുക്ക് പെഡൽ ബോട്ട് ഉപയോഗിക്കാം. ആദ്യമായിട്ടാണ് പെഡൽ ബോട്ടിൽ കയറുന്നത്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പെഡൽ ബോട്ട് നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങൾ ഇനി പോകുന്നത് കുണ്ടള ഡാമിലേക്കാണ്. 1946-ലാണ് ഈ ഡാം നിർമ്മിക്കപ്പെട്ടത്. പ്രധാനമായും ജലവൈദ്യുതി ഉൽപ്പാദനത്തിനായി ടാറ്റ പവർ കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. കുണ്ടള തടാകത്തിലെ ജലം ശേഖരിച്ച് താഴെയുള്ള പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാണ് ഈ ഡാമിന്റെ പ്രധാന ഉപയോഗം. കേരളത്തിലെ ആദ്യകാല ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതികളിൽ ഒന്നാണിത്. ആർക്കിടെക്ചറിന്റെ കാര്യത്തിൽ ഇതൊരു ആർച്ച് ഡാമാണ്, അഥവാ വളഞ്ഞ ആകൃതിയിലുള്ള ഡാം. ഇന്ന് കുണ്ടള ഡാം വൈദ്യുതി ഉൽപ്പാദനത്തിനൊപ്പം ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു 11 മണി കഴിഞ്ഞതോടെ അതങ്ങ് മാറി. പിന്നെ ഒരു സണ്ണി ക്ലൈമറ്റ് ആയിരുന്നു അങ്ങോട്ട്.
ടോപ്പ് സ്റ്റേഷൻ എത്തുന്നത് വരെ. മൊത്തത്തിൽ വേറെ തന്നെ ഒരു കാലാവസ്ഥയായിരുന്നു. മഞ്ഞുകാലം വരുമ്പോൾ മൂന്നാർ മുഴുവൻ ഇങ്ങനെയായിരിക്കും, കോടമഞ്ഞാൽ മൂടപ്പെട്ടത്. ഡിസംബർ മാസത്തിലൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് നല്ലൊരു ക്ലൈമറ്റ് തന്നെ കിട്ടും. ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ടോപ്പ് സ്റ്റേഷൻ പൊതുവെ ഇങ്ങനെയാണ്. വേനൽക്കാലമാണെങ്കിലും ഇവിടെ പൊതുവെ മഞ്ഞ് മൂടപ്പെട്ട് കിടക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു മൂടൽമഞ്ഞ് വളരെ കുറവെന്നാണ് ഇവർ പറയുന്നത്. കാര്യം ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ. ശൈത്യകാലമായി കഴിഞ്ഞാൽ ഇതിലും ഭംഗിയോടെ ആയിരിക്കും ടോപ്പ് സ്റ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ എന്തായാലും ഇങ്ങനൊരു ക്ലൈമറ്റ് പ്രതീക്ഷിച്ചാണ് എത്തിയത്. എന്തായാലും മൂന്നാറിൽ ഇനിയും കാണാനുണ്ട്. അത് പിന്നൊരിക്കൽ ആകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.